ഇതാ ഒരു തക്കാളി കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് ഓയിൽ ഒഴിച്ച് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഞാൻ ലേശം ഉലുവ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. ഇതാ തേങ്ങ ഇട്ട് കൊടുത്തു. ഇതാ അതിൽ പകുതിയോളം തക്കാളിയായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, ലേശം വലിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ, പെരുംജീരകം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി ഞാൻ ഒരു വലിയൊരു സവാള 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതിൻ്റെ പകുതി തക്കാളി ഞാൻ അതിലേക്ക് എടുത്തു. ബാക്കി പകുതി തക്കാളിയാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത്, ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇതാ ജാറെടുത്തു. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് തെറിച്ച് പോവും. നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് വാളൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് പിഴിഞ്ഞിട്ട് ജാർ ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇതായിപ്പോൾ നമ്മളെ കറി ഇതാ ഇങ്ങനെ ആയിട്ടുണ്ടേ. എന്താ അടിപൊളി കറി കേട്ടോ. ചോറിന്, ഇഡ്ഡലി, ദോശ, അപ്പം ഈ സാധനങ്ങൾക്കൊക്കെ സൂപ്പറായിട്ട് കേട്ടോ കഴിക്കാനായിട്ട്.